കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം സീരിയലിലെ സംവിധായകനായ ആദിത്യന്റെ ഭാര്യയുടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. ആദിത്യൻ സംവിധാനം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലെ സുചിത്ര നായർ എന്ന നടി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നും കുടുംബജീവിതം നശിപ്പിച്ചുവെന്നുമാണ് ആദിത്യന്റെ ഭാര്യയായ രോണു പറഞ്ഞത്. ഇപ്പോഴിതാ രോണുവിന്റെ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് എത്തിയിരിക്കുകയാണ് സുചിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്നും ആദിത്യനും താനും കുറച്ചുനാൾ പിണങ്ങി കഴിഞ്ഞു എന്നായിരുന്നു രോണു പറഞ്ഞത്. അതിനു മുൻപ് ഞങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ സുചിത്രയുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന്റെ പേരിൽ വഴക്കുണ്ടായി. കുറച്ചുകാലം ചേട്ടന്റെ അടുത്ത് നിന്ന് മാറി നിന്നു. ഒടുവിൽ ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു. അതോടെ രോണുവിനെ ആളുകൾ പ്രശ്നക്കാരിയായിട്ട് തെറ്റിദ്ധരിച്ചു. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ആദിത്യൻ ഷെയർ ചെയ്യുമായിരുന്നു. ഇതോടെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത്. തുടർന്ന് അദ്ദേഹം മരിച്ച് 2 വർഷം തികയാൻ 3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് സുചിത്ര നായർക്കെതിരെ വെളിപ്പെടുത്തലുമായിട്ട് രോണു രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയ മുഴുവന് ഇക്കാര്യം പ്രചരിക്കവേ പ്രതികരണവുമായിട്ട് വരികയായിരുന്നു സുചിത്ര. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിക്കും തെളിയിച്ചുകൊണ്ടേയിരിക്കും. കർമ്മ പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും. അതുവരെ ഉള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ. ഇതായിരുന്നു 2 പോസ്റ്റുകളിലായിട്ട് സുചിത്ര കുറിച്ചത്. വാനമ്പാടി എന്ന സീരിയലിലൂടെ മലയാള മിനി സ്ക്രീനിലെത്തിയ ഒരു നടിയാണ് സുചിത്ര നായർ. വില്ലത്തിയായിട്ടായിരുന്നു സുചിത്ര ഈ ഒരു പരമ്പരയിൽ അഭിനയിച്ചതെങ്കിലും നടിയുടെ സൗന്ദര്യത്തിന് പകരം വെക്കാൻ മറ്റാരും അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല. പഴയ ആഴ്ച പതിപ്പുകളിലെ നായികമാരെ ചിത്രങ്ങളിൽ വരച്ചു വെക്കുന്ന പോലെയാണ് സുചിത്ര എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. വിടർന്ന കണ്ണുകളും വരച്ചു വെച്ച മൂക്കും ചുണ്ടും കട്ടിയുള്ള ചുരുണ്ട മുടിയും ആകാരഭംഗിയും ഒക്കെയാണ് സുചിത്രയെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാക്കിയത്. തുടർന്ന് പരമ്പര അവസാനിച്ച ശേഷം ബിഗ് ബോസിലേക്കും എത്തിയ സുചിത്രയ്ക്ക് ഷോ നൽകിയത് നിരവധി ഹേറ്റേഴ്സിനെ തന്നെയാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും അത്ര സജീവമല്ലാത്ത സുചിത്ര ഇപ്പോഴിതാ വാനമ്പാടി സംവിധായകൻ ആദിത്യന്റെ ഭാര്യയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ സുചിത്രയ്ക്ക് പണിയായിരിക്കുകയാണ്. ഇപ്പോഴും അവിവാഹിതയായിട്ട് തുടരുന്ന സുചിത്രയുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രോണുവിന്റെ തുറന്ന പറച്ചിൽ അക്ഷരാർത്ഥത്തെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് 5 വർഷം മുൻപുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. വാനമ്പാടി സീരിയൽ ഷൂട്ടിങ്ങിന്റെ പ്രശസ്തമായ ആ വീടിന്റെ സമീപത്തിരുന്ന് സുചിത്രയും ആദിത്യനും ഒരുമിച്ചെത്തിയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ആരാധകരും കാണുന്നത്. 5 വർഷം മുൻപാണ് ഈ ഒരു പരമ്പരയിൽ ഡ്രൈവറായിട്ട് അഭിനയിച്ചിരുന്ന നടന്റെ യൂട്യൂബ് ചാനലിൽ ഇരുവരും ചേർന്നുള്ള ഒരു ഇന്റർവ്യൂ പങ്കുവച്ചത്. ആദിത്യനെ ഇന്റർവ്യൂ ചെയ്യുന്ന സുചിത്രയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചും വാനമ്പാടി എന്ന സീരിയൽ തുടങ്ങിയതിനെ കുറിച്ചും സുചിത്രയെയും മോഹനെയും മക്കളെയും ഒടുവിൽ മനോഹരമായിട്ടുള്ള ആ വീട് എല്ലാം കണ്ടെത്തിയതിനെ കുറിച്ചും ആദിത്യൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒടുവിൽ കുടുംബത്തിനെ കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. ഭാര്യയും 2 മക്കളെയും കുറിച്ചുമെല്ലാം ഇതിൽ പറയുന്നുണ്ട്. എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും കുടുംബജീവിതം നന്നായി പോകുന്നു എന്നായിരുന്നു ആദിത്യൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതേസമയം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഈ ഒരു ആദിത്യനും രോണുവും. രോണുവിന് 18 വയസ്സുള്ള സമയത്താണ് ആദിത്യൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രോണുവിന്റെ അനിയത്തിയായിരുന്നു നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. ഫോട്ടോഷൂട്ടിന് റോണുവും ഒരുമിച്ച് പോയിരുന്നു. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടാണ് റോണുവും ആദിത്യനും പ്രണയത്തിലായത്. ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നത് ആദിത്യന്റെ ആഗ്രഹമായിരുന്നു. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആദിത്യനുമായുള്ള പ്രണയം വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് പലരും കല്യാണ ആലോചനയുമായിട്ട് വരാൻ തുടങ്ങിയതോടെയാണ് ആദിത്യനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. തുടർന്ന് മക്കളും ജനിച്ചു. പിന്നീട് രോണുവിനേക്കാൾ മാതാപിതാക്കൾക്ക് ഇഷ്ടം ആദിത്യനെയായിരുന്നു. ആദിത്യന് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പലപ്പോഴും കുഴഞ്ഞു വീഴുന്നതും നെഞ്ചരിച്ചിലും അസിഡിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ പതിവായിരുന്നു. അതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മരണം സംഭവിച്ചത്.